ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 25. സംസ്ഥാനങ്ങൾക്ക് മോദിയുടെ കടുംവെട്ട്. അയോധ്യയിൽ ബാബറി പള്ളി പൊളിച്ചിടത്ത് പണിത ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ആരവങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയ അത്യന്തം ഗൗരവതരമായ ഒരു സംഭവമുണ്ട്. അധികാരവും പണവും എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന സ്വേച്ഛാധിപതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ആവർത്തിച്ചു തെളിയിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ. സാമ്പത്തിക അധികാരങ്ങൾ വെട്ടിപ്പിടിച്ച് സംസ്ഥാനങ്ങളെ ദുർബലമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനകമ്മീഷനുമായി നടത്തിയ പിന്നാമ്പുറ ഇടപാടുകളുടെ കാര്യം വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം തന്നെ. സർക്കാർ ഇതര സംഘടനയായ സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പ്രോഗ്രസ് നടത്തിയ ഒരു സെമിനാറിൽ പ്രധാനമന്ത്രി കാര്യാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന BVR സുബ്രഹ്മണ്യം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും പ്രധാനമന്ത്രി നടത്തിയ ഭരണഘടനാ വിരുദ്ധ ഇടപെടലുകളിലേക്കാണ് വെളിച്ചം വീശിയത്. 2014 പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിന് നരേന്ദ്രമോദി 14ാം ധനകമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡിയിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും എന്നാൽ അത് ഫലിക്കാതെ വന്നപ്പോൾ 2014 ബജറ്റിൽ 48 മണിക്കൂറിനകം മാറ്റം വരുത്തുകയും ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തൽ. ആദ്യം ആസൂത്രണം ചെയ്ത കേന്ദ്ര നികുതി നിലനിർത്താൻ വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ധനകാര്യ ഫെഡറലിസത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണിത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ തങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം കേന്ദ്രം പിടിച്ചുവെക്കുന്നതിനെതിരെ തുറന്ന സമരത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഈ വെളിപ്പെടുത്തലിന് രാഷ്ട്രീയ സാങ്കത്യം ഏറെയുണ്ട്. പെൻഷൻ വിതരണം അടക്കമുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് പണം ലഭിക്കാത്ത അവസ്ഥയാണ് കേരളത്തിലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം നൽകാനുള്ള പണം തികയാത്ത അവസ്ഥയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ. സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ് കേന്ദ്രം ഊറ്റിയെടുക്കുന്നത് എന്ന് കൂടുതൽ വെളിപ്പെടുകയാണ്. ഈ വിഷയമുന്നയിച്ച് പ്രത്യക്ഷ സമരം നടത്താൻ തയ്യാറായത് കേരളം മാത്രമാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെയും കേന്ദ്ര നിലപാട് ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. 2013 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ കേന്ദ്ര നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് വാദിച്ചിരുന്നയാളാണ് മോദി. എന്നാൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയ അതേ വർഷം തന്നെ ഈ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ മോദി നിർദ്ദേശിക്കുകയായിരുന്നു. അതുവരെയുള്ള വിഹിതമായ 32% 42%ആയി വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകണമെന്ന് ധനകമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ വെറും 1% വർധന വരുത്തിയാൽ മതിയെന്ന് മോദി ശഠിച്ചുവത്രേ. ധനകമ്മീഷന്റെ നിർദ്ദേശങ്ങൾ സർക്കാർ സ്വാഗതം ചെയ്യുന്നതായുള്ള വ്യാജ അവകാശവാദവും മോദി അന്ന് പാർലമെന്റിൽ ഉന്നയിച്ചു. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ധനകമ്മീഷന്റെ പ്രവർത്തനങ്ങളിലൊന്നും എക്സിക്യൂട്ടീവ് ഇടപെടാൻ പാടില്ല. ധനകമ്മീഷന്റെ ഭരണഘടനാദത്തമായ അധികാര പരിധിയിലേക്കാണ് മോദി സ്വേച്ഛാധിപത്യത്തിന്റെ തേര് ഓടിച്ചു കയറ്റിയത്. അടിസ്ഥാന സൗകര്യ പദ്ധതിയിലെ സാമ്പത്തിക തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും വിശദാംശങ്ങളും സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. തമാശക്കാര്യം എന്നാണ് അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തലുകൾ ആധാരമാക്കി 2014 ബജറ്റും മറ്റു രേഖകളും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പരിശോധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ ചോദ്യങ്ങൾ അയച്ചിരുന്നു. എന്നാൽ ആ സെമിനാറിന്റെ യൂട്യൂബ് വീഡിയോ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കേന്ദ്രം പകതീർത്തത്. സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തലിന് മേൽ കൂടുതൽ സംവാദം നടക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ഓരോ മനുഷ്യനും അവകാശപ്പെട്ട പണം തടഞ്ഞുവെക്കുന്ന കേന്ദ്രത്തിനെതിരെ ഉയരേണ്ട ജനരോഷത്തെ വഴിതിരിച്ചുവിടാൻ എത്ര അനായാസമായാണ് BJP സർക്കാരിന് സാധിക്കുന്നത് എന്ന അപകടകരമായ വസ്തുത കൂടി ജനങ്ങൾ തിരിച്ചറിയണം. ഇത്തരം കാര്യങ്ങളിൽ ജനശ്രദ്ധ പതിയാതിരിക്കാനുള്ള ഉപാധിയാണ് മോദി ഭരണത്തിന് രാമക്ഷേത്രവും വിശ്വാസവുമെല്ലാം.